വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുക മെയിനായിട്ട് ഇൻകോർപ്പറേഷൻ ഓഫ് ബ്രാഞ്ച് അക്കൗണ്ട് ആണ്. ബ്രാഞ്ചിൻ്റെ ട്രയൽ ബാലൻസ് ഒക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ബട്ട് ഇപ്പോൾ സ്റ്റാർട്ടിങ് പാർട്ടായിട്ട് ഞാനിവിടെ പറയാം. നമ്മൾ ഇന്നലെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തില്ലേ, സം മോർ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ്. ഓക്കെ, ഇന്നലെ പറഞ്ഞതിൻ്റെ കുറച്ചും കൂടെ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് പറയും ഫസ്റ്റ്, പിന്നെ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഞാൻ ഇൻകോർപ്പറേഷൻ ഓഫ് ബ്രാഞ്ച് ട്രയൽ ബാലൻസ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, വെൽക്കം ബാക്ക്. സോ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇൻ ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് അക്കൗണ്ട് ആണ്. അതിൽ നമ്മൾ ഓൾറെഡി നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ടെക്സ്റ്റ് ബുക്ക് കവർ ചെയ്യുന്ന എല്ലാ കാര്യവും ഇന്നലെ മുന്നേയുള്ള വീഡിയോസിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പം ഇപ്പോൾ എക്സാമിന് ഇപ്പോൾ ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിലിടോ 1, 2, 3, 4 ഇതുവരെ കണ്ടിട്ടുള്ളത് ഒരു 4 എണ്ണമാണ്. ഓക്കെ, 4 എണ്ണം അല്ലെങ്കിൽ 5 എണ്ണം, മാക്സിമം 5 ട്രാൻസാക്ഷൻ തരും. എന്നിട്ട് നിങ്ങളോട് അതിൻ്റെ എൻട്രി പാസ് ചെയ്യാനായിരിക്കും പറയാം. ഓക്കെ, അപ്പം ഇത് ചിലപ്പം ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ആയിരിക്കും, നമ്മൾ പഠിച്ചു. ക്യാഷ് ഇൻ ട്രാൻസിറ്റ് ആയിരിക്കും, നമുക്കറിയാം. മേ ബി ഇത് ഇൻ്റർ ബ്രാഞ്ച് ട്രാൻസ്ഫർ ആയിരിക്കും, അതും നമുക്കറിയാം. പിന്നെ ഒന്ന് എക്സ്പെൻഡിച്ചറിൻ്റെ ബേസ് ചെയ്തിട്ടായിരിക്കാം. ഓക്കെ, പിന്നെന്താ ബാക്കി ഡിപ്രിസിയേഷൻ്റെ ഒക്കെ ബേസ് ചെയ്തിട്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഇപ്പം 5 എണ്ണം തരുവാണെങ്കിൽ 1 എണ്ണം ചിലപ്പോൾ അധികം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതായിരിക്കാം. അതിനെ പറ്റിയാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, സോ അതിൽ ഇത്തിരിയും കൂടി നമ്മൾ കുറച്ചും കൂടി എഡിഷൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് പറയാണ്. ടെക്സ്റ്റ് ബുക്കിനകത്തില്ല, സോ ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലില്ല, വലിയ ഓതേഴ്സിൻ്റെ ഒക്കെ ടെക്സ്റ്റ് ബുക്ക് എടുത്തു നോക്കി അതിൽ കാണാം. ബട്ട് യൂണിവേഴ്സിറ്റി ടെക്സ്റ്റ് ബുക്കിനകത്ത് കണ്ടില്ല. ഓക്കെ, ശ്രദ്ധിച്ചോളെ. സോ ഐ എം ഗോയിങ് ടു ടോക്ക് അബൌട്ട് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ സാലറി, റെൻറ്റ്, അഡ്വർടൈസിങ്, അതുപോലെയുള്ള സാധനം. ഇന്നലെ നമ്മൾ അതിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞതെന്നറിയോ? ഹെഡ് ഓഫീസിൻ്റെ എക്സ്പെൻസ് ചാർജബിൾ ടു ബ്രാഞ്ച്. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചു. അതായത് അലോക്കേറ്റ് ചെയ്യുന്ന ഇത് നമ്മൾ ഓൾറെഡി ഇന്നലെ പഠിച്ചു. അതായത് ഹെഡ് ഓഫീസ് ഫുള്ളായിട്ടുള്ള പൈസ ഇപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ് കൊടുക്കും. എന്നിട്ട് ഇത് ബ്രാഞ്ചസിന് എന്ത് ചെയ്യും? അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. അപ്പം ബ്രാഞ്ച് ഓരോ ബ്രാഞ്ചായിട്ട് ഇതിനുള്ള പേയ്മെൻറ്റ് കൊടുക്കും. ഇതിൻ്റെ എൻട്രി ഒക്കെ നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ട്. അതറിയാത്തവർ അത് പോയി കണ്ടാൽ മതി. ഓക്കെ, ബട്ട് ഇന്നത്തെ എൻ്റെ പ്രശ്നം ഇതൊന്നുമല്ല. ഇങ്ങനെയാണെങ്കിലോ ബ്രാഞ്ചിൻ്റെ എക്സ്പെൻസ്, ദാറ്റ് ഇസ് സാലറി, ബ്രാഞ്ച് കൊടുക്കേണ്ട സാലറി പെയ്ഡ് ബൈ ഹെഡ് ഓഫീസ്. ഇങ്ങനെയാണെങ്കിലോ തീർന്നില്ലേ? പോയില്ലേ? നിങ്ങളെല്ലാവരും പോയില്ലേ? ബിക്കോസ് നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ല. നിങ്ങൾക്ക് അറിയാം അലോക്കേറ്റ് ചെയ്യാൻ മാത്രം. അപ്പോൾ പിന്നെ ഇത് ടീച്ചർ പഠിപ്പിച്ചെന്നെങ്കിൽ ഇതെങ്ങനെ ചെയ്യും? 6 എണ്ണം ഉണ്ടാവില്ലേ ക്വസ്റ്റ്യൻ പേപ്പറിൽ? അതിലൊന്ന് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും തരും. ഫോർ എക്സാമ്പിൾ, ചെന്നൈ ബ്രാഞ്ച് എക്സ്പെൻസ് അല്ലെങ്കിൽ ചെന്നൈ ബ്രാഞ്ച് സാലറി ₹20,000 പെയ്ഡ് ബൈ ഹെഡ് ഓഫീസ് എന്നൊക്കെ ഉണ്ടാവുക. അപ്പോൾ എന്താ ചെയ്യേണ്ടത് നോക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ആയിക്കൂടെ? ഹെഡ് ഓഫീസിൻ്റെ എക്സ്പെൻസ്, ഏതെങ്കിലും ഒരു എക്സ്പെൻസ്, ഞാനിവിടെ സാലറി എന്ന് എഴുതിയെന്നേ ഉള്ളൂ, പെയ്ഡ് ബൈ ബ്രാഞ്ച്. ഇങ്ങനെയുള്ള കേസ് വന്നൂടോ. ഹെഡ് ഓഫീസിൻ്റെ എക്സ്പെൻസ് ബ്രാഞ്ച് പേ ചെയ്യുന്നു. ഈ കേസോ ബ്രാഞ്ചിൻ്റെ എക്സ്പെൻസ് ഹെഡ് ഓഫീസ് പേ ചെയ്യുന്നു. അപ്പം ഇങ്ങനെയുള്ള കേസിൽ എന്താ നമ്മൾ എൻട്രി വരിക എന്നാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഇത് മാത്രമല്ല, ഇത് കഴിഞ്ഞിട്ടൊരു 2-3 ഐറ്റംസ് കൂടി പറയും. ഇപ്പം ഇത് കേട്ടോ. അപ്പോൾ ഇതിൽ ഹെഡ് ഓഫീസിൻ്റെ ബുക്കിലും നമ്മൾ എൻട്രി പാസ് ചെയ്യണം. ഇൻ ദ ബുക്ക് ഓഫ് ബ്രാഞ്ചും എന്ത് വേണം? നമുക്ക് ഇവിടെ എഴുതാം. വിസിബിലിറ്റി നോക്കിക്കോട്ടെ. യെസ്, ഇത് ഇൻ ദ ബുക്ക് ഓഫ് HO, ഇത് ഇൻ ദ ബുക്ക് ഓഫ് ബ്രാഞ്ച്. ഞാനൊരു കാര്യം പറഞ്ഞു കേട്ടോ മക്കളെ, ക്ലാസ്സിൽ എപ്പോഴും പറയുന്ന പല രീതിയിലുള്ള മക്കളുണ്ട്. ജയിക്കാൻ വേണ്ടി മാത്രം പഠിക്കുന്നതാണെങ്കിൽ
അക്കൗണ്ട്സിൽ ചിലർക്ക് അക്കൗണ്ട്സ് ഭയങ്കര കട്ടിയായിട്ട് തോന്നുന്ന കുട്ടികളാണെങ്കിൽ ഈ സാധനം പഠിക്കണ്ട. ഇന്നലെ വരെ ഉള്ളത് കറക്റ്റായിട്ട് പഠിക്കാം, അതുവരെ മതി. ഓക്കെ, ബാക്കി കുട്ടികൾ ഇതേവിടെ ശ്രദ്ധിക്കാം. ഓക്കെ, ബ്രാഞ്ച് എക്സ്പെൻസ് പെയ്ഡ് ബൈ ഹെഡ് ഓഫീസ്. ഓക്കെ, ഇതിന് എളുപ്പ വഴി നമുക്ക് നോക്കാം. പെയ്ഡ് ബൈ ഹെഡ് ഓഫീസ്. ക്യാഷ് ആരെടുത്ത് നിന്നാടോ പോയത്? ആരാണ് കയ്യിൽ നിന്ന് പൈസ ക്യാഷ് എടുത്ത് കൊടുത്തത്? ഹെഡ് ഓഫീസ്. ക്ലിയർ? അപ്പോൾ ഹെഡ് ഓഫീസിൻ്റെ അടുത്ത് നിന്ന് ക്യാഷ് പോയിട്ടുണ്ടാവും. ക്യാഷ് പോകുമ്പോൾ ക്യാഷിന് എന്ത് ചെയ്യണോ? ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ക്യാഷിന് ക്രെഡിറ്റ് ചെയ്യണം. ഹെഡ് ഓഫീസിൻ്റെ ബുക്കിൽ ഹെഡ് ഓഫീസിൻ്റെ അടുക്കിൽ നിന്നാണ് ക്യാഷ് പോയത്. ഇത് സംശയമില്ലല്ലോ? ഇല്ല. ഓക്കെ, എന്തിൻ്റെ വകയിലാണോ കൊടുത്തത് ഹെഡ് ഓഫീസ്? സാലറി ആണോ? അല്ല. ബ്രാഞ്ച് കൊടുക്കേണ്ട സാധനമാണ് ആര് കൊടുത്തിരിക്കുന്നത്? ഹെഡ് ഓഫീസ്. ബ്രാഞ്ചിൻ്റെ സാലറി ആണോ എന്താണോ എന്നുള്ളതൊന്നും ഹെഡ് ഓഫീസിന് പ്രശ്നമല്ല. ബ്രാഞ്ചിൻ്റെ പേയ്മെൻ്റ് ആണ് ഇവിടെ ആര് കൊടുത്തത്? ഹെഡ് ഓഫീസ്. സോ ഹെഡ് ഓഫീസിൻ്റെ ബുക്കിൽ എൻട്രി വരും ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ക്ലിയർ? ക്യാഷ് പോയിനോ നോക്കുക. പോയിട്ടുണ്ട്. ഹെഡ് ഓഫീസിൻ്റെ ബുക്കിൽ ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. എക്സ്പെൻസിൻ്റെ പേര് ഹെഡ് ഓഫീസിൻ്റെ ബുക്കിൽ മെൻഷൻ ചെയ്യുന്നില്ല. ബിക്കോസ് എക്സ്പെൻസ് ആരുടേതാ? ബ്രാഞ്ചിൻ്റെ. ഇവിടെ ബ്രാഞ്ച് തരാനുണ്ട്, ക്യാഷ് കൊടുത്തിട്ടുണ്ട്, അങ്ങനെയുള്ള മീനിങ്ങിൽ ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ഇനി നമ്മൾ ബ്രാഞ്ചിൻ്റെ അക്കൗണ്ടിൽ, ബ്രാഞ്ചിന് ഇവിടെ എന്താണോ സാധനം? സാലറി ആണല്ലേ. അതായത് ഞാനിവിടെ ബ്രാഞ്ച് എക്സ്പെൻസ് എന്ന് എഴുതുന്ന സാലറി ആണെങ്കിൽ ഇവിടെ സാലറി എന്ന് എഴുതാം. ടു ക്യാഷ് പോയിട്ടുണ്ടോ? ഇല്ല. പകരം അവിടെ ഒരു ക്രെഡിറ്റ് വന്നു. ആർക്ക് കൊടുക്കണം? ഹെഡ് ഓഫീസിന്. സോ ഇവിടെ ആര് വരും? ബ്രാഞ്ചിൻ്റെ ബുക്കിൽ ഇവിടെ ക്രെഡിറ്റിൽ ആര് വരും? ഹെഡ് ഓഫീസ്. ക്ലിയർ? ഓക്കെ, ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ഹെഡ് ഓഫീസ്, ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ബ്രാഞ്ച് ഇവിടെ തരാനുണ്ട്, ഹെഡ് ഓഫീസിന് കൊടുക്കാനുണ്ട്. ബ്രാഞ്ച് ഹെഡ് ഓഫീസിന് ബ്രാഞ്ചിൻ്റെ അടുക്കൽ നിന്ന് കിട്ടാനുണ്ട്. ക്യാഷ് പോയി. ദിസ് ഇസ് ദി എൻട്രി. ക്ലിയർ? ഇനി നിങ്ങൾ ആലോചിക്കേണ്ടത് ഇത്, ഇവിടെ ഹെഡ് ഓഫീസിൻ്റെ എക്സ്പെൻസ് ആര് കൊടുത്തു? ബ്രാഞ്ച് കൊടുത്തു. ക്യാഷ് ആരെടുത്തു നിന്ന് പോയി? ബ്രാഞ്ചിൻ്റെ അടുത്ത് നിന്ന് പോയി. അപ്പോൾ ബ്രാഞ്ചിൻ്റെ ബുക്കിൽ ക്യാഷ് എവിടെ വരുവടോ? ടു ക്യാഷ്. സാലറി ആണോ എന്താണോ ഞാൻ നോക്കൂല, ബിക്കോസ് ബ്രാഞ്ച് നോക്കൂല. ബിക്കോസ് ബ്രാഞ്ച് ആർക്ക് വേണ്ടിയിട്ടാണ് കൊടുത്തത്? ഹെഡ് ഓഫീസ്. സോ അക്കൗണ്ട് മുകളിലോട്ട് എഴുതുന്നു, ഹെഡ് ഓഫീസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ഇനി ഹെഡ് ഓഫീസിൻ്റെ ഏത് സാധനം? ബ്രാഞ്ച് എക്സ്പെൻസ്, അതായത് സാലറി. ക്യാഷ് പോയിനോ? ഇല്ല. പകരം ആർക്ക് കൊടുക്കണോ? ബ്രാഞ്ചിന്. ക്ലിയർ? ഇങ്ങനെയാണ് എൻട്രി ഫോം ആവുന്നത്. ഇൻ ദ കേസ് ഓഫ് ബ്രാഞ്ച് എക്സ്പെൻസ് പെയ്ഡ് ബൈ ഹെഡ് ഓഫീസ് ആൻഡ് ഹെഡ് ഓഫീസ് എക്സ്പെൻസ് പെയ്ഡ് ബൈ ബ്രാഞ്ച്. ഇത് നിങ്ങളുടെ നോട്ടിൽ നിങ്ങൾ കോപ്പി ചെയ്യണം. ഞാനിതിൻ്റെ നോട്ട് എക്സ്ട്രാ തരൂല, ബിക്കോസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതൊന്നും പറയുന്നില്ല. ബട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ, ഏതോ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ ഒരു ഐറ്റം ഇങ്ങനെ കണ്ടു, ചെന്നൈ ബ്രാഞ്ച് എക്സ്പെൻസ് അല്ല, ചെന്നൈ ബ്രാഞ്ച് പെയ്ഡ് ഹെഡ് ഓഫീസ് സാലറി എന്നോ അങ്ങനെ എന്താണ്ടോ പറഞ്ഞൊരു സംഭവം കണ്ടു. അതുകൊണ്ടാണ് ഇപ്പം ഞാനിത് പറയേണ്ടി വന്നത്. എനിക്ക് തോന്നുന്നു ഇത് ക്ലിയർ ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇനിയും ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യാണ്. ബെനിഫിറ്റ് ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന്. ചിലപ്പോൾ ഒരു ട്രാൻസാക്ഷനൊക്കെ അത് ചോദിച്ചാലായി. ഓക്കെ ഓക്കെ, പർച്ചേസ്ഡ് ഗുഡ്സ് ബൈ ബ്രാഞ്ച്. ബ്രാഞ്ച് ഗുഡ്സ് പർച്ചേസ് ചെയ്തു. നോർമൽ ആണെങ്കിൽ എൻട്രി ബ്രാഞ്ചിൻ്റെ ബുക്കിൽ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്സ് എന്നല്ല എഴുതി ടു ക്യാഷ്. ക്യാഷിനാണെങ്കിൽ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ഇത് നമുക്കറിയാം. നോർമൽ ഇതാണ് നമ്മൾ എൻട്രി വരിക. ഓക്കെ, ഹെഡ് ഓഫീസിൻ്റെ അക്കൗണ്ടിലോ ബ്രാഞ്ച് വാങ്ങുമോ എന്തോ ഹെഡ് ഓഫീസ് ഇത് അറിയുന്നില്ല. സോ ഹെഡ് ഓഫീസിൻ്റെ ബുക്കിൽ ഈ ഇട്രി എഴുതിയാൽ നോ എൻട്രി എന്നാണ് മീനിങ് അല്ലേ. ബ്രാഞ്ച് ഗുഡ്സ് പർച്ചേസ് ചെയ്ത്, അപ്പോൾ ബ്രാഞ്ചിൻ്റെ ബുക്കിൽ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്, ഹെഡ് ഓഫീസിൻ്റെ ബുക്കിൽ നോ എൻട്രി. ബട്ട് ഇതിവിടെ തീർന്നില്ല. ഇതിൻ്റെ കൂടെ പറയുന്നത് ബട്ട് പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ഹെഡ് ഓഫീസ്. ഗുഡ്സ് വാങ്ങിച്ചിരിക്കുന്നത് ബ്രാഞ്ചും പേയ്മെൻറ്റ് നടത്തിയിരിക്കുന്നത് ഹെഡ് ഓഫീസ്. എൻട്രി നോക്കിക്കോ. ഇതും അതുപോലെ തന്നെ. അടുത്ത ബ്രാഞ്ച് ഐഡിയനോടോ എഴുതിയെന്ന് എനിക്ക് ഓർമ്മയില്ല. എനിവേ ഞാൻ ആദ്യം ഇൻ ദ ബുക്ക് ഓഫ് ഹെഡ് ഓഫീസ്
ഞാനിത് കട്ട് ചെയ്തിട്ടാണ്, ഞാൻ സമയം കിട്ടുമ്പോഴാണ് ഇത് എടുക്കുന്നത്. അതുകൊണ്ടാട്ടോ ആ ഓർഡറിൽ താഴെ എഴുതാൻ പറ്റാണ്ട് 1 by 1 ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, എനിവേ in the book of head office, in the book of branch, purchase goods by branch, payment made by head office. Okay, നോക്കാം ആരെടുത്തുനിന്നാ ക്യാഷ് പോയത്, ആരെടുത്തുനിന്നാണോ ക്യാഷ് പോയത്? ഹെഡ് ഓഫീസിൻ്റെ അടുക്കാണ്, അല്ലാണ്ട് ആരെടുത്തുനിന്നാ? അപ്പോൾ ഹെഡ് ഓഫീസിൽ എന്ത് വരും? ക്യാഷ്. ആർക്ക് വേണ്ടിയിട്ട് ഹെഡ് ഓഫീസ് ക്യാഷ് ചിലവാക്കിയത്? ഹെഡ് ഓഫീസിന് വേണ്ടിയിട്ടാണോ? അല്ല, ബ്രാഞ്ചിന് വേണ്ടിയിട്ടാണ്. അപ്പം ബ്രാഞ്ച് വരുമ്പോൾ നേരത്തെ പോലെ തന്നെ ബ്രാഞ്ചിൻ്റെ പേരൊക്കെ നിങ്ങൾ മെൻഷൻ ചെയ്യാം. ഇനി ഇൻ ദ ബുക്ക് ഓഫ് ബ്രാഞ്ച്. ഓക്കെ, ഇൻ ദ ബുക്ക് ഓഫ് ബ്രാഞ്ച്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബ്രാഞ്ച് ഡെബിറ്റിൽ വന്ന ഹെഡ് ഓഫീസിൻ്റെ ബുക്കിൽ ഇവിടെ ബ്രാഞ്ച് ഉണ്ടെങ്കിൽ നമ്മളെ താഴെ ആരുണ്ടാവടോ? ഹെഡ് ഓഫീസ് ഉണ്ടാവും. ഏത് വകയിലാണ് വരിക? പർച്ചേസ്. സോ ദാറ്റ് ഈസ് പർച്ചേസ് അക്കൗണ്ട് ലെറ്റർ ടു ഹെഡ് ഓഫീസ്. നോർമൽ എൻട്രി പർച്ചേസ് ടു ക്യാഷ് ആണ്. ബട്ട് ഇവിടെ ബ്രാഞ്ച് അല്ല ക്യാഷ് കൊടുത്തത്, പകരം ഹെഡ് ഓഫീസാണ് കൊടുത്തത്. സോ ഹെഡ് ഓഫീസിന് ബ്രാഞ്ച് ഇത്ര പൈസ ഓ ചെയ്യുന്നുണ്ട്, കൊടുക്കണം. ഇവിടെ ഈ കേസിലാണെങ്കിൽ ഹെഡ് ഓഫീസിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി, ഇനി അത് ആരെടുത്തും തിരിച്ചു പിടിക്കണോ? ബ്രാഞ്ച് അക്കൗണ്ടിൽ അവിടെ ഡെബിറ്റ് വന്നു, തിരിച്ചു പിടിക്കണം. ഓക്കെ, ഇതാണ് അടുത്ത സംഭവം. ഇനി നിങ്ങൾ എന്തിങ്ങനെ വന്നാലും ഈ ഒരു കോൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങളത് ഡെവലപ്പ് ചെയ്യും. ഇനി ഒരുപാടുണ്ട് കേട്ടോ. അപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്റർ ബ്രാഞ്ച് ട്രാൻസ്ഫർ ആണെന്ന് വെച്ചോ. ഓക്കെ, ഇന്റർ ബ്രാഞ്ച് ട്രാൻസ്ഫർ ബിറ്റ്വീൻ ഡൽഹി ആൻഡ് കൊൽക്കത്ത എന്ന് പറഞ്ഞു. അപ്പം ഹെഡ് ഓഫീസിൻ്റെ ബുക്കിൽ ഇത് റിസീവിങ് ആൻഡ് ഇത് സെൻഡിങ് ആണെങ്കിൽ എൻട്രി വരും ഡൽഹി ടു ഓക്കെ, നമുക്കത് ചെയ്യാം, അതും കൂടെ ചെയ്യാം. ഏതായാലും ഇത്രത്തോളം എത്തിയില്ല, അതും കൂടെ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് സെറ്റ്. Goods worth rupees 60,000 supplied by Kannur branch to Calicut branch with the consent of head office. So നമുക്കറിയാം ഹെഡ് ഓഫീസിൻ്റെ ബുക്കിൽ റിസീവിങ് ബ്രാഞ്ച് ഇവിടെ കാലിക്കറ്റ് ആണ്, കണ്ണൂർ എന്ന് എഴുതും. ഓക്കെ, പിന്നെയോ നമ്മൾ ആരോടുള്ള കണ്ണൂർ ബ്രാഞ്ചിൽ നമ്മൾ എന്തെഴുതൂടോ? കണ്ണൂർ ബ്രാഞ്ച് ഇസ് ദി സെൻഡിങ് ബ്രാഞ്ചിൽ നമ്മൾ എന്തെഴുതും? ഹെഡ് ഓഫീസ് അക്കൗണ്ട് ടു ഗുഡ്സ് അല്ലേ? പിന്നെയോ പിന്നെ നമ്മൾ CLT കാലിക്കറ്റിൽ ഗുഡ്സ് അക്കൗണ്ട് ടു ഹെഡ് ഓഫീസ്. നമുക്കറിയാം ഇതാണ് ഒന്നാമത്തെ സാധനം. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സോ in the books of Kannur, in the books of Calicut. അടുത്തത് Kannur branch received rupees 20,000 from Calicut branch. Kannur branchന് received rupees 20,000 from Calicut branch. കണ്ണൂർ ബ്രാഞ്ചിൻ്റെ കേസ് ആണെങ്കിൽ കണ്ണൂർ ബ്രാഞ്ചിന് ക്യാഷ് കിട്ടി. ഈ കേസ് ആണെങ്കിൽ ആണല്ലോ, ക്യാഷിൻ്റെ കേസിൽ ഇതാണല്ലോ. ഓക്കെ, ഇവിടെ നമുക്കറിയാം they are assuming that ഗുഡ്സ് എങ്ങനെയാണ് പോയിട്ടുള്ളത്? ഹെഡ് ഓഫീസ് ത്രൂ ആ പോയത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്തെഴുതോ? ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു ഹെഡ് ഓഫീസ് അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ്. ക്ലിയർ ആണല്ലോ? ഇവിടെ ഹെഡ് ഓഫീസ് പോയി സാധനത്തിന് പൈസ കിട്ടി എന്നുള്ള രീതിയിലായി. ക്ലിയർ? സംഭവത്തിൽ സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, ഈ എൻട്രിയിലാണെങ്കിൽ എൻട്രി എഴുതി തെറ്റിപ്പോയില്ല, മറ്റേ ആദ്യം എഴുതണമല്ല. ഓക്കെ, ഇവിടെ നമ്മൾ 60,000 60,000. ഓക്കെ, രണ്ടാമത്തെ കേസിലാണെങ്കിൽ they got 20,000. ക്യാഷ് കിട്ടിയത് കണ്ണൂർ ബ്രാഞ്ചിന്. സോ ക്യാഷിനെ ഡെബിറ്റ് ചെയ്തു. എവിടുന്നാണ് കിട്ടിയത്? നമ്മൾ ഹെഡ് ഓഫീസ് ത്രൂ ആണെന്നുള്ള അസംഷൻ ആണ്. ഓക്കെ, ഈ എൻട്രി പാസ് ചെയ്യുമ്പോൾ കണ്ണൂർ ബ്രാഞ്ചിൽ എന്താണ് സംഭവിച്ചത്? ഹെഡ് ഓഫീസ് അക്കൗണ്ട് 60 ഉണ്ടായിരുന്നു, 20 പോയി, ഇനി 40 എഴുതും. 40. ക്ലിയർ ആണല്ലോ? അതേപോലെ ഇവിടെയോ? ഇനി ഇതൊന്നല്ല ക്വസ്റ്റ്യൻ, ഇത് നിങ്ങൾക്ക് എഴുതാൻ പറ്റും, അക്കൗണ്ട്സ് അറിയുന്നവർക്ക് എഴുതാൻ പറ്റും. ഇനി ഇവിടെ എന്താ എൻട്രി? ഹെഡ് ഓഫീസിൽ എന്ത് എൻട്രി എഴുതും? ഇനി ഇതിന് ഹെഡ് ഓഫീസിൻ്റെ എൻട്രി എന്താണെന്ന് അറിയടോ?
ആർക്കാടോ കിട്ടിയ ക്യാഷ്? റിസീവ് ചെയ്ത ആളാരാ? കണ്ണൂർ ബ്രാഞ്ച്. ആരാടോ അയച്ചത്? ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി ഇതേപോലെ കണ്ണൂർ ബ്രാഞ്ച് റിസീവ് ബിൽ റിസീവബിൾ ആണെന്ന് വെച്ചോ. CLT കൊടുത്തിരിക്കുന്നത് ക്യാഷിന് പകരം ബിൽ റിസീവബിൾ ബാക്കി കൊടുക്കാനുള്ള 40,000 ഇവിടെ എഴുതാം. കണ്ണൂർ ബ്രാഞ്ച് റിസീവ്ഡ് ബിൽ റിസീവബിൾ ഫ്രം കാലിക്കറ്റ് ബ്രാഞ്ച് ഫോർ ₹40 അല്ലേ ഇനി കൊടുക്കാനുള്ള 40,000. അപ്പം എന്താണോ എൻട്രി വരിക? ആര് റിസീവ് ചെയ്തു? ഹെഡ് ഓഫീസിൽ ആരാ റിസീവ് ചെയ്ത? കണ്ണൂർ. ആര് കൊടുത്തു? എത്ര പൈസേൻ്റെ? 40. ക്യാഷ് കിട്ടിയോ? ഇവിടെ ഇല്ല. ഇവിടെ കിട്ടിയത് ബിൽ റിസീവബിൾ ആണ്. കിട്ടിയത് ബിൽ റിസീവബിൾ ആർക്ക് കിട്ടി? കണ്ണൂരിന്. ആരെടുത്തുനിന്ന് കിട്ടുന്ന പോലെ കാണിക്കുക? ഹെഡ് ഓഫീസിന് എടുത്തുനിന്ന്. ഇതേപോലെ ഇവിടെ എന്ത് വരും? ഹെഡ് ഓഫീസ് അക്കൗണ്ട് ടു ബിൽ റിസീവബിൾ. ഇതും കൂടെ നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. ഇനി ഇതുപോലത്തെ കുറേ സംഭവങ്ങളുണ്ട്. എനിവേ ഇത്രയും കൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. അഡ്വാൻസ്ഡ് ആയിട്ട് അറിയേണ്ട ആൾക്കാർ പേഴ്സണലി എന്നെ ആസ് യൂഷ്വൽ എപ്പോഴും പറയുന്നതാണ്. ഇതിനേക്കാളും കൂടുതൽ അറിയേണ്ടവരാണെങ്കിൽ പേഴ്സണലി കോൺടാക്ട് ചെയ്യും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട്സിൽ എഴുതുക. ഇതിന് നോട്ട് ചെയ്യാൻ സെപ്പറേറ്റ് തരൂല, ബിക്കോസ് ടെക്സ്റ്റ് ബുക്കിൽ ഇതിനെ പറ്റിയിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി ഏകദേശം കഴിഞ്ഞ് ഇനി നിങ്ങൾ CA CMA ഒക്കെ പോയി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല പ്രോബ്ലംസൊക്കെ അവിടെ ഉണ്ടാവും. കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്. ഓക്കെ, സോറി. ഇൻകോർപ്പറേഷൻ ഓഫ് ബ്രാഞ്ച് ട്രയൽ ബാലൻസ്. ഓക്കെ, അറിയാം നമുക്ക്. ബ്രാഞ്ച് ഇയർ എൻഡിൽ ട്രയൽ ബാലൻസും ഫൈനൽ അക്കൗണ്ട്സും പ്രിപ്പയർ ചെയ്യും. ആൻഡ് ദേ ആർ ഗിവിങ് ഇറ്റ് ടു ദി ഹെഡ് ഓഫീസ്. ഹെഡ് ഓഫീസ് അതിൻ്റെ ട്രയൽ ബാലൻസിൽ കോപ്പി ചെയ്യും. എന്നിട്ട് ഒരു ഫുൾ കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഹെഡ് ഓഫീസും ബ്രാഞ്ചും എത്ര ബ്രാഞ്ച് ഉണ്ടോ അത്രയും ബ്രാഞ്ചിൻ്റെ അത്രയുള്ള ട്രേഡിംഗ് അക്കൗണ്ട് വരെയും എന്നിട്ട് എല്ലാം കൂടി ഒരുമിച്ചിട്ടുള്ള ഒരു ബാലൻസ് ഷീറ്റും കൂടെ വരെയും. ഇതാണ് നമ്മുടെ പ്രോസസ്. സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഇൻകോർപ്പറേഷൻ ഓഫ് ബ്രാഞ്ച്. ഈ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻകോർപ്പറേഷൻ. ഓക്കെ, മെയിൻലി ഈ ഇൻകോർപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസിനെ നമ്മൾ 2 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഡിവൈഡഡ് ഇൻടു 2 പാർട്ട്. ഫസ്റ്റ് വൺ ഇസ് ഇൻകോർപ്പറേഷൻ ഓഫ് ബ്രാഞ്ചിൻ്റെ പ്രോഫിറ്റും ആൻഡ് ദി അതർ വൺ ഇസ് ഇൻകോർപ്പറേഷൻ ഓഫ് ബ്രാഞ്ചിൻ്റെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ഓക്കെ, 2 തരത്തിൽ. ഒന്ന് ഇൻകോർപ്പറേഷൻ ഓഫ് ബ്രാഞ്ച് പ്രോഫിറ്റ്, ഇൻകോർപ്പറേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഇൻകോർപ്പറേഷൻ ഓഫ് ബ്രാഞ്ച് പ്രോഫിറ്റ്. ഓക്കെ, അതിനുശേഷം ചിലപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ ലാസ്റ്റ് തൊട്ട് ഈ ബ്രാഞ്ച് അസറ്റിനെ പറ്റി പറയുമായിരിക്കും. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സിറ്റുവേഷൻ. ഓക്കെ, ഇനി അപ്പോൾ നമ്മളെ ഹെഡിങ് മാറ്റി ഇൻകോർപ്പറേഷൻ ഓഫ് ബ്രാഞ്ച് പ്രോഫിറ്റ് നാക്കി. ഇൻകോർപ്പറേഷൻ ഓഫ് ബ്രാഞ്ച് പ്രോഫിറ്റിന് നമുക്ക് 2 വിധത്തിൽ ചെയ്യാം. വൺ ഇസ് ഡീറ്റെയിൽഡ് ഇൻകോർപ്പറേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ വൺ മെത്തേഡ് ഇസ് ഡീറ്റെയിൽഡ് ഇൻകോർപ്പറേഷൻ മെത്തേഡ്, ഓർ അല്ലെങ്കിൽ നമുക്ക് abridged incorporation മെത്തേഡും യൂസ് ചെയ്യാം. ഓക്കെ, abridged incorporation method. Okay, incorporation of branch trial balance divided into 2 parts: incorporation of branch profit and incorporation of assets and liabilities. Incorporation of branch profit നെ നമുക്ക് 2 വിധത്തിൽ 2 മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. വൺ ഇസ് ഡീറ്റെയിൽഡ് ഇൻകോർപ്പറേഷനും abridged ഇൻകോർപ്പറേഷനും. അതിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഏതായിരിക്കുമോ? ഡീറ്റെയിൽഡ് ഇൻകോർപ്പറേഷൻ മെത്തേഡ്. ഡീറ്റെയിൽഡ് ഇൻകോർപ്പറേഷൻ മെത്തേഡ്. ഓക്കെ, അതിൽ വരുന്ന ജേണൽ എൻട്രീസ് ആണ് നമ്മൾ ഇന്ന് ആദ്യം നോക്കുന്നത്. ഡീറ്റെയിൽഡ് ഇൻകോർപ്പറേഷൻ മെത്തേഡിൽ ഇൻകോർപ്പറേഷൻ്റെ
ജേർണൽ എൻട്രീസ് ആണ് ഇന്ന് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ ഓക്കെ എന്താണോ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത്? ട്രയൽ ബാലൻസ് അല്ലേ. അപ്പോൾ ട്രയൽ ബാലൻസിൽ ഏത് പാർട്ട്? പ്രോഫിറ്റിൻ്റെ പാർട്ട്, അതായത് ട്രേഡിംഗ് അക്കൗണ്ട് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ പാർട്ടാണ് നമ്മൾ ആദ്യം ഏതിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പോകുന്ന? ഹെഡ് ഓഫീസിൻ്റെ ട്രയൽ ബാലൻസിലോട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പോകുന്ന അതിൻ്റെ എൻട്രീസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ബ്രാഞ്ച് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് കൊടുക്കും. ട്രയൽ ബാലൻസിൽ 2 പാർട്ട് ഉണ്ടാവും. ഒന്ന് ട്രേഡിംഗ് ആൻഡ് P&L വരുന്ന പാർട്ടും പിന്നെ ബാലൻസ് ഷീറ്റിൽ വരുന്ന പാർട്ടും. അതിൽ ട്രേഡിംഗ് ആൻഡ് P&L വരുന്ന പാർട്ടാണ് ഈ ബ്രാഞ്ച് പ്രോഫിറ്റിൻ്റെ റിലേറ്റഡ് തിങ്സ്. ഈ ബ്രാഞ്ച് പ്രോഫിറ്റിനെയാണ് നമ്മൾ ആദ്യം ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത് അണ്ടർ ഡീറ്റെയിൽഡ് ഇൻകോർപ്പറേഷൻ മെത്തേഡ്. അതിൽ എൻട്രീസാണ് പറയുന്നത്. സോ എൻട്രീസ് നോക്കാം. ഒന്നാമത്തെ എൻട്രി, ഓക്കെ, നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ടെന്ന് വെച്ചോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ട്രേഡിംഗ് അക്കൗണ്ട് നിങ്ങളെ മനസ്സിൽ വന്നോട്ടെ. ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ കുറേ സാധനമുണ്ട്, ക്രെഡിറ്റ് സൈഡിൽ കുറേ സാധനമുണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് എന്തെല്ലാടോ? ഓപ്പണിംഗ് സ്റ്റോക്ക്, പിന്നെയോ പർച്ചേസ്, പിന്നെ ഡയറക്റ്റ് എക്സ്പെൻസ്. തീർന്നോ? ഡയറക്റ്റ് എക്സ്പെൻസ് തീർന്നില്ലേ? ഏകദേശം തീർന്നില്ലേ? ഗുഡ്സ് ഫ്രം ഹെഡ് ഓഫീസ്, ഗുഡ്സ് ഫ്രം HO, പർച്ചേസ് റിട്ടേൺസ് ഇവിടുന്ന് ലെസ് ചെയ്യുന്ന ഐറ്റം കേട്ടോ. പർച്ചേസ് റിട്ടേൺസ് ഉണ്ടാവില്ലേ, ഇത് ഇവിടുന്ന് ലെസ് ചെയ്യുന്ന ഐറ്റം അല്ലേ. അത് ഓർമ്മിച്ചാൽ മതി. എന്താ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ ചിലപ്പോൾ മനസ്സിലാവും. ഓക്കെ, നാ മൂവിങ് ഓൺ ടു ദി ഫസ്റ്റ് എൻട്രി. ഫസ്റ്റ് എൻട്രീസ് ഇത് നമ്മൾ എന്താണ് ഇപ്പോൾ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പോകുന്ന? ട്രേഡിംഗ് അക്കൗണ്ട്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പോകുന്നു. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഏത് സൈഡാണോ എടുത്ത്? ഡെബിറ്റ്. സോ ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് അല്ലേ, ട്രേഡിംഗ് അക്കൗണ്ട് ഡെറ്റർ 2. ഈ സൈഡിലുള്ള ഈ ഐറ്റംസ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ എൻട്രി എന്താണോ? ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് ഡെറ്റർ 2 ഓപ്പണിംഗ് സ്റ്റോക്ക്, ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് ഡെറ്റർ 2 പർച്ചേസ്, ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് ഡെറ്റർ ഇല്ല, ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് ഡെറ്റർ 2. ഇതിനെല്ലാം കൂടി നമ്മൾ ഏത് അക്കൗണ്ടിലേക്കാണ് അറിയോ മാറ്റം? ടു ബ്രാഞ്ച് അക്കൗണ്ട്. ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് ഡെറ്റർ 2 ബ്രാഞ്ച് അക്കൗണ്ട്. ഇനി ഇപ്പുറത്തെ സൈഡിലുള്ള ഐറ്റംസ് നോക്കാമല്ലോ. സെയിൽസ്, ലെസ് സെയിൽസ് റിട്ടേൺ, പിന്നെ ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ, ഈ ഐറ്റം അതിൻ്റെ എൻട്രി എന്തായിരിക്കും ഇവിടെ വരിക? സിമ്പിൾ. ഈ എന്താ ഇതിൻ്റെ എൻട്രി? സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ 2 ബ്രാഞ്ച് ട്രേഡിംഗ്, ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റർ 2 ബ്രാഞ്ച് ട്രേഡിംഗ്. അപ്പോൾ ഇതിന് പകരം നമ്മൾ എന്താ പേര് മെൻഷൻ ചെയ്യല്? ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ 2 ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി ഇതിവിടുന്ന് ലെസ് ചെയ്യുന്നതായിട്ടാണല്ലോ. ഓക്കെ, ഒന്നുകിൽ നമ്മൾ അത് ഇവിടുന്ന് ലെസ് ചെയ്തിട്ടുള്ള എമൗണ്ടുമാണ് ഇവിടെ കാണിക്കാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം. അതൊക്കെ നമ്മൾ കണക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. ബട്ട് ഓർമ്മിച്ചാൽ മതി, ഇത് ഇവിടുന്ന് ലെസ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ എൻട്രി നേരെ ഓപ്പോസിറ്റ് അല്ലേ വരും. ഇവിടുന്ന് ലെസ് ചെയ്യുന്നതിൻ്റെ എൻട്രി എന്ന് പറഞ്ഞാൽ ഇപ്പുറത്ത് വരുന്ന എഫക്റ്റ് അല്ലേ വരുമോ. അപ്പോൾ അത് കണക്ക് ചെയ്യുമ്പോൾ ഈ 2 ഐറ്റം നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പം നിങ്ങൾ വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ഈ ഭാഗത്ത് വരുന്ന ഡെബിറ്റിൽ വരുന്ന എൻട്രി ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് ഡെറ്റർ 2. നമ്മൾ സെപ്പറേറ്റ് ഈ പേരിനൊക്കെ പകരം എന്തെഴുതും? ബ്രാഞ്ച് അക്കൗണ്ട്. ഇപ്പുറത്ത് വരുന്നതിന് ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ 2 ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട്. ക്ലിയർ? അപ്പോൾ ഇത് എന്തിൻ്റെ ആണോ? ഇൻകോർപ്പറേറ്റിംഗ് ദ ഐറ്റംസ് appearing on the debit side of the trading account. Incorporating the items appearing on the debit side of trading account. അതാണ് ഇവിടെ എഴുതേണ്ടത്. Incorporating items on the debit side of trading account, especially opening stock, purchase, goods from HO, direct expense, etc. Clear? അടുത്തത് അപ്പോൾ ഇതിൻ്റെ എന്തായിരിക്കും നരേഷൻ? Incorporating the item appearing on the credit side of
Credit side of branch trading account usually sales, closing stock, etc. Clear ആണല്ലോ? അങ്ങനെ ഇതും കഴിഞ്ഞു. ഇനി ഇവിടെ ഒരു സാധനം ഉണ്ടാവല്ലോ, ഗ്രോസ് പ്രോഫിറ്റ് അല്ല. നമ്മളിത് ബാലൻസ് ചെയ്ത് ഒന്നിക്ക് ഇപ്പുറം ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ഉണ്ടാവും അല്ലേ ട്രേഡിംഗ് അക്കൗണ്ട് ചെയ്താൽ. ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് ഒന്നിക്കൽ ട്രാൻസ്ഫർ ഓഫ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് ലോസ് ആയിരിക്കും. ഞാൻ ഫോർ എ ടൈം ബീങ് ഇതെടുക്കുന്നത് ട്രാൻസ്ഫർ ഓഫ് പ്രോഫിറ്റ്, മൂന്നാമത്തെ എൻട്രി. വെരി സിമ്പിൾ. ഇതിൻ്റെ എൻട്രി എന്താണോ? ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് എറ്റർ ടു ഗ്രോസ് പ്രോഫിറ്റ് അക്കൗണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എഴുതും ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് എറ്റർ ടു, നമ്മൾ പഠിച്ച പോലെ നമ്മൾ എന്ത് എഴുതി വെക്കും? ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് എഴുതും. പറ്റൂല, നമ്മളിവിടെ എന്ത് എഴുതണോടോ? ബ്രാഞ്ച് P&L അക്കൗണ്ട് എന്ന് എഴുതണം. ഈ ഐറ്റം ശരിക്കും എവിടത്തേക്കാണോ പോകുന്നത്? P&L അക്കൗണ്ടിലേക്കല്ല. ട്രേഡിംഗ് അക്കൗണ്ട് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് എന്താ പറയുക? ബ്രാഞ്ചിൻ്റെ P&L അക്കൗണ്ട്. സോ ഇറ്റ് ഷുഡ് ബി ബ്രാഞ്ച് P&L അക്കൗണ്ട്. പ്രോഫിറ്റിൻ്റെ ട്രാൻസ്ഫറിൻ്റെ എൻട്രി, ട്രാൻസ്ഫർ ഓഫ് ഗ്രോസ് പ്രോഫിറ്റിൻ്റെ എൻട്രി ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് എറ്റർ ടു branch P&L account because it is transferred to branch P&L account. ഇനി ലോസ് ആണെങ്കിലോ ഈ എൻട്രി നേരെ തിരിച്ചിട്ട് വരും. എന്തായിരിക്കും ലോസിൻ്റെ എൻട്രി? ഇത് ട്രാൻസ്ഫർ ഓഫ് ഗ്രോസ് പ്രോഫിറ്റ്. ഇനി ലോസ് ആണെങ്കിൽ ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എറ്റർ ടു ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട്. branch profit and loss account എറ്റർ ടു branch trading account. Again repeating, trading account ഉണ്ടാവും. ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലുള്ള സാധനം ട്രാൻസ്ഫർ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാനുള്ള എൻട്രി ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് എറ്റർ ടു, ഇതിനെല്ലാം കൂടി ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് എഴുതും. ക്രെഡിറ്റ് സൈഡിലെ ഐറ്റം ട്രാൻസ്ഫർ ചെയ്യാൻ ബ്രാഞ്ച് അക്കൗണ്ട് എറ്റർ ടു ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് എഴുതും. ഗ്രോസ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ നമ്മൾ എന്ത് എഴുതും? ട്രേഡിംഗ് അക്കൗണ്ട് എറ്റർ ടു ബ്രാഞ്ച് P&L account because it's transferred to branch profit and loss account. ഇതുവരെ നിങ്ങൾക്ക് ഒരു സംശയവും ഇല്ല. ഇനി നോട്ടിൽ കോപ്പി ചെയ്തിട്ടുണ്ടാവും. പോസ് പ്രസ് ചെയ്യുക, കോപ്പി ചെയ്യുക. ഞാനിവിടെ വായിക്കുവാണ്. ഞാനിനി എഴുതാൻ പോകുന്നത്. അപ്പം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് കഴിഞ്ഞ് ഇനി നമ്മൾ എന്തായിരിക്കോടോ ട്രേഡിംഗ് അക്കൗണ്ട് കഴിഞ്ഞാൽ എന്താണോ ചെയ്യുക? P&L അക്കൗണ്ട് അല്ലേ. P&L account, branch P&L account, and it will start with by gross profit അല്ലേ. പിന്നെയോ ഈ ഭാഗത്ത് കുറേ എക്സ്പെൻസിൻ്റെ പേരുണ്ടാവും. സാലറി, അഡ്വർടൈസ്മെൻറ്റ്, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ടാവും. ഇപ്പുറത്ത് ഇൻകം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഉണ്ടാവും. എക്സ്പെൻസ് ആൻഡ് ലോസസ് ഇപ്പുറത്തും ഇൻകംസ് ആൻഡ് ഗെയിൻസ് ഇപ്പുറത്തും ഇല്ല. നമ്മളൊക്കെ അറിയാലോ അത്. ഇനി ഇതിൻ്റെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന ജേർണൽ എൻട്രി അണ്ടർ ഡീറ്റെയിൽഡ് ഇൻകോർപ്പറേഷൻ മെത്തേഡാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ഏത് സൈഡ് എടുക്കാം? ഡെബിറ്റ് സൈഡ് എടുക്കാം. നമുക്കറിയാം എൻട്രി എന്താണോ? ബ്രാഞ്ച് P&L അക്കൗണ്ട് എറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്. ബ്രാഞ്ച് P&L അക്കൗണ്ട് എറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്. ഓക്കെ, ഇനി ഇപ്പുറത്തെ സൈഡിൽ എൻട്രി എന്തായിരിക്കുമോ? ബ്രാഞ്ച് അക്കൗണ്ട് എറ്റർ ടു ബ്രാഞ്ച് P&L അക്കൗണ്ട്. ബ്രാഞ്ച് അക്കൗണ്ട് എറ്റർ ടു ബ്രാഞ്ച് P&L അക്കൗണ്ട്. റിപ്പീറ്റിംഗ്, ബ്രാഞ്ച് P&L അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലെ എൻട്രി ബ്രാഞ്ച് P&L അക്കൗണ്ട് എറ്റർ ടു സാലറി, അഡ്വർടൈസ്മെന്റ് എന്നൊക്കെ എഴുതുന്നതിന് പകരം ബ്രാഞ്ച് അക്കൗണ്ടിൽ എഴുതുക. What is the narration? Incorporating the items on the debit side of the branch P&L account. എന്നിട്ട് ലൈക്ക് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ തന്ന സാലറി, അഡ്വർടൈസ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതിൻ്റെ പേര് നരേഷനിൽ മെൻഷൻ ചെയ്യുക. ഇനി ഇപ്പുറത്തെ സൈഡിലായിട്ടുള്ള for incorporating the items on the credit side of the branch P&L account, branch account etter to branch P&L account, and narration incorporating the items on the credit side of the branch P&L account. എന്നിട്ട് അതിൻ്റെ ഓരോന്നിൻ്റെ പേരും മെൻഷൻ ചെയ്യുക. ഇനി എന്താണോ? ഇനി നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് അല്ലേ. അപ്പം നമുക്ക് നെറ്റ് പ്രോഫിറ്റിൻ്റെ എൻട്രി നോക്കാം. ബ്രാഞ്ച് P&L അക്കൗണ്ട് എറ്റർ ടു അല്ല, ബ്രാഞ്ച് P&L അക്കൗണ്ട് എറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട് എന്നല്ല എഴുതുക. ഇതിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക ഹെഡ് ഓഫീസിൻ്റെ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ്. സോ എൻട്രി വിൽ ബി ബ്രാഞ്ച്
P&L account to general profit and loss account. Branch P&L account debtor to general profit and loss account. If loss ആണെങ്കിൽ നെറ്റ് ലോസ് ആണെങ്കിൽ ഈ എൻട്രി നേരെ റിവേഴ്സ് ചെയ്യും. ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് P&L അക്കൗണ്ട് എന്നാകും. ക്ലിയർ? അപ്പം നമ്മളിപ്പം 6 എൻട്രീസ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ആ 6 എൻട്രീസ് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുന്നതാണ്. ഒന്നാമത്തത് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന എൻട്രി ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്. ബ്രാഞ്ച് ട്രേഡ് ഞാൻ എഴുതുന്നില്ല, ബിക്കോസ് നിങ്ങളിപ്പോൾ ഞാൻ നോട്ട് എഴുതാൻ പറയുന്നത് അത് നിങ്ങളുടെ കയ്യിലുണ്ടാവും. സോ ഞാൻ പറയുമ്പോൾ ഈസി ആയിരിക്കും. ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്. ഇനി ക്രെഡിറ്റ് സൈഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട്. ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട്. ഇനി ഗ്രോസ് പ്രോഫിറ്റിൻ്റെ എൻട്രി ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ചിലോട്ടല്ല, എടുത്തേക്കാടോ ബ്രാഞ്ച് P&L അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക. സോ എൻട്രി ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് P&L അക്കൗണ്ട്. ട്രാൻസ്ഫർ ഓഫ് ഗ്രോസ് ലോസ് ആണെങ്കിൽ എൻട്രിനെ നേരെ തലതിരിയും. ദെൻ ഇത് കഴിഞ്ഞ് നമ്മൾ അവിടത്തേക്ക് മാറി ഇതൊക്കെ ക്ലോസ് ചെയ്ത് ഇതിനെ ക്യാരി ഫോർവേഡ് ചെയ്ത് P&L അക്കൗണ്ട്. P&L അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള എൻട്രി ബ്രാഞ്ച് P&L അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്. ക്രെഡിറ്റ് സൈഡോ ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് P&L അക്കൗണ്ട്. ഇനി നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള എൻട്രി ബ്രാഞ്ച് P&L അക്കൗണ്ട് ഡെറ്റർ ടു എവിടത്തോട്ടാണ് ഇത് ട്രാൻസ്ഫർ ചെയ്യുക? ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. സോ എൻട്രീസ് ബ്രാഞ്ച് P&L അക്കൗണ്ട് ഡെറ്റർ ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ലോസ് ആണെങ്കിൽ ആ എൻട്രി നേരെ റിവേഴ്സ്. ദീസ് ആർ ദി 6 entries under detailed incorporation method to incorporate branch profit. ബ്രാഞ്ച് പ്രോഫിറ്റ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരുന്നത്. 2 methods are there. നമ്മൾ പഠിക്കുന്നത് ഡീറ്റെയിൽഡ് ഇൻകോർപ്പറേഷൻ മെത്തേഡാണ്. ഡീറ്റെയിൽഡ് ഇൻകോർപ്പറേഷൻ മെത്തേഡിൽ 6 എൻട്രി. എന്തിനുള്ള 6 എൻട്രി ആണോ? ബ്രാഞ്ചിൻ്റെ പ്രോഫിറ്റ് ഇൻകോർപ്പറേറ്റ് ചെയ്യാനുള്ള 6 എൻട്രീസ് ആണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. 6 എൻട്രി നിങ്ങൾ എഴുതുക. നിങ്ങൾക്ക് ഞാൻ ഇതിനു മുന്നേ നോട്ട്സും ഓൾറെഡി തന്നിട്ടുണ്ടോ? ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ യു. ഓക്കെ ഓക്കെ. നൗ സോ റിപ്പീറ്റിംഗ്, ബ്രാഞ്ച് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ 2 മെത്തേഡ്. വൺ ഇസ് ഡീറ്റെയിൽഡ് ആൻഡ് സെക്കൻഡ് വൺ ഇസ് abridged. ഓക്കെ, ഇവിടെ നോക്കിക്കോളെ. ഇൻകോർപ്പറേഷൻ ഓഫ് ബ്രാഞ്ച് ട്രയൽ ബാലൻസ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. 2 parts. ഇൻകോർപ്പറേറ്റിംഗ് ബ്രാഞ്ചിൻ്റെ പ്രോഫിറ്റ്, ഇൻകോർപ്പറേറ്റിംഗ് ബ്രാഞ്ചിൻ്റെ അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ്. ഇൻകോർപ്പറേറ്റിംഗ് പ്രോഫിറ്റിന് 2 മെത്തേഡ്, ഡീറ്റെയിൽഡ് ആൻഡ് അബ്രിഡ്ജ്. അതിൽ ഡീറ്റെയിൽഡിൻ്റെ പ്രോഫിറ്റിൻ്റെ ഡീറ്റെയിൽഡ് ഉണ്ട്. അതിൽ ഇൻകോർപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ ഡീറ്റെയിൽഡിൽ 6 എൻട്രി നമ്മൾ പഠിച്ചു. ഇനി ഞാൻ പറയാൻ പോകുന്നത് അബ്രിഡ്ജിലുള്ള പ്രോഫിറ്റിൻ്റെ. ഞാനിത് ടച്ച് ചെയ്യുന്നില്ല. ഞാൻ അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞിട്ടേ ഇല്ല. ഇവിടെ ഈ 2 മെത്തേഡ് ഉള്ളത് ഏതിനാടോ? പ്രോഫിറ്റ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിന്. അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസിന് ഇങ്ങനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് 2 മെത്തേഡൊന്നും ഇല്ല. ക്ലിയർ? ഓക്കെ. നൗ വിൽ ടോക്ക് അബൌട്ട് അബ്രിഡ്ജ്ഡ് incorporation method. Clear? Very simple. Noiko. Under this method, a memorandum trading and profit and loss account is prepared to ascertain the branch profit and loss account, and 1 entry is passed instead of this 6 entry. ഈ 6 എൻട്രിക്ക് പകരം അബ്രിഡ്ജിൽ എത്ര എൻട്രി ആടോ ഉള്ളൂ? 1 എൻട്രി മാത്രമേ ഉള്ളൂ. ക്ലിയർ? ആ എൻട്രി എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ട്, ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ എന്ത് കിട്ടും? നെറ്റ് പ്രോഫിറ്റ് കിട്ടൂലോ. നെറ്റ് പ്രോഫിറ്റ് കിട്ടൂല. ഈ ഒരൊറ്റ എൻട്രി മാത്രമേ ഏതിൽ എഴുതുള്ളൂ? അബ്രിഡ്ജ്
മെത്തേഡിൽ, അബ്രിഡ്ജ് ഇൻകോർപ്പറേഷൻ മെത്തേഡിൽ നമ്മൾ കാണിക്കുകയുള്ളൂ. ഇൻ ദ പ്ലേസ് ഓഫ് 6 എൻട്രീസ് ഇൻ ഡീറ്റെയിൽഡ് ഇൻകോർപ്പറേഷൻ മെത്തേഡ്, അബ്രിഡ്ജിൽ ഒരു എൻട്രി മാത്രം, ആ എൻട്രിയാണ് ഞാൻ എഴുതാൻ പോകുന്ന എൻട്രി. ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇനി എല്ലാം നെറ്റ് ലോസ് ആണെങ്കിൽ ഇപ്പുറത്താണ് ബാലൻസ് എങ്കിൽ ഇത് നേരെ ഉൾട്ട, ജനറൽ P&L അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്. ക്ലിയർ? അബ്രിഡ്ജിൽ നമ്മൾ ഒരു മെമ്മറണ്ടം ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരെയും, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരൊറ്റ എൻട്രി പാസ് ചെയ്യും. ആ എൻട്രിയാണ് ഈ എൻട്രി. അതേത് എൻട്രി ആണോ ലാസ്റ്റ്, ഇതെല്ലാം ചെയ്ത് ലാസ്റ്റ് ഇതിൻ്റെ നെറ്റ് റിസൾട്ട് ആണല്ലോ നെറ്റ് പ്രോഫിറ്റ്. സോ ഇത് മാത്രം ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന എൻട്രിയാണ് അബ്രിഡ്ജിൽ യൂസ് ചെയ്യുക. ദാറ്റ് എൻട്രി ഈസ് ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പുറത്തെ കേസിൽ നോട്ട്സ് എടുത്ത് നോക്കിയേ, ബ്രാഞ്ച് P&L അക്കൗണ്ട് ഡെറ്റർ ടു ജനറൽ P&L അക്കൗണ്ട് എന്ന് ഉണ്ടാവുക. ബട്ട് ഹിയർ ഇറ്റ് ഈസ് ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ലോസ് ആണെങ്കിൽ നേരെ തിരിച്ചിട്ട്. അപ്പം നമ്മളിപ്പോൾ എന്തൊക്കെ പഠിച്ചടോ? ഇതിൻ്റെ ഒരു എൻട്രി പഠിച്ചു, ഇതിൻ്റെ 6 എൻട്രി പഠിച്ചു. For what? Incorporating branch profit in the books of head office. ട്രയൽ ബാലൻസ് ഓഫ് ഹെഡ് ഓഫീസിൽ ഈ ബ്രാഞ്ച് പ്രോഫിറ്റ് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പഠിച്ചു. ഒന്നിക്കൽ ഈ മെത്തേഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ മെത്തേഡ് യൂസ് ചെയ്യാം. ക്വസ്റ്റ്യനിൽ ഏതാണോ പറയുന്നത് അത് നിങ്ങൾ ചെയ്യേണ്ട വരും. അപ്പം മൊത്തം നിങ്ങളിപ്പം 7 എൻട്രി പഠിച്ചു. ആ 7 എൻട്രിയും നിങ്ങളെ ലെക്ചർ നോട്ടിൽ ഉണ്ടാവണം. ഇനി ഞാൻ പറയാൻ പോകുന്നത്, അപ്പം നമ്മൾ തുടങ്ങിയത് ഇൻകോർപ്പറേഷൻ ഓഫ് ബ്രാഞ്ച് ട്രയൽ ബാലൻസ് ഡിവൈഡഡ് ഇൻ ടു incorporation of branch profit and incorporation of branch assets and liabilities. ഇതിൽ നമ്മൾ ഓൾറെഡി 2 മെത്തേഡിലും കൂടെ, ഒന്നാമത്തെ മെത്തേഡിൽ ഒരു 6 എൻട്രി പഠിച്ചു, മറ്റേതിൽ ഒരു എൻട്രി പഠിച്ച് നമ്മൾ ഇതിൽ ഫുൾ മാർക്കായി. Now we are going to discuss about incorporation of branch assets and liabilities. അസറ്റ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന എൻട്രി, ബ്രാഞ്ചിൻ്റെ അസറ്റ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന എൻട്രി, അസറ്റിന് ഡെബിറ്റ് ബാലൻസ്. സോ ബ്രാഞ്ച് അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്. ഇനി ലാബിലിറ്റി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന എൻട്രി എന്താണോ? ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ലാബിലിറ്റിക്ക് ക്രെഡിറ്റ് ബാലൻസ്. സോ ഇറ്റ് ഇസ് ബ്രാഞ്ച് ലാബിലിറ്റി അക്കൗണ്ട്. Clear? Branch asset account debtor to branch account. And liability incorporate ചെയ്യുന്ന എൻട്രി ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് ലാബിലിറ്റി അക്കൗണ്ട്. ഇവിടെ നമ്മൾ ബ്രാഞ്ച് അസറ്റ് എന്ന് പറഞ്ഞിട്ട് ഓരോന്നിൻ്റെ പേരും ഇൻഡിവിജ്വലി മെൻഷൻ ചെയ്യണം. ഫോർ എക്സാമ്പിൾ സ്റ്റോക്ക് അക്കൗണ്ട്, ബിൽഡിംഗ് അക്കൗണ്ട്, മിഷനറി അക്കൗണ്ട്, ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്. അതേപോലെ ഇവിടെയും നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ഓരോ ലാബിലിറ്റീൻ്റെ പേരും, ക്രെഡിറ്റർ ടു ലോൺ, അങ്ങനെയുള്ള എല്ലാ പേരും നമ്മൾ ഇൻഡിവിജ്വലി മെൻഷൻ ചെയ്യണം. സോ ഇൻകോർപ്പറേഷൻ ഓഫ് ബ്രാഞ്ച് അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ്, ബ്രാഞ്ച് അസറ്റ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന എൻട്രി ബ്രാഞ്ച് അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്, മെൻഷൻ ദ നെയിം ഇൻഡിവിജ്വലി. ബ്രാഞ്ച് ഫോർ ഇൻകോർപ്പറേറ്റിംഗ് ലാബിലിറ്റി, ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ലാബിലിറ്റി, അവിടെയും മെൻഷൻ ദ നെയിം ഓഫ് ലാബിലിറ്റി ഇൻഡിവിജ്വലി. ക്ലിയർ ആണോ? ഓക്കെ. അപ്പം നമ്മൾ മുഴുവൻ ട്രയൽ ബാലൻസ് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ 6 എൻട്രി, ഡീറ്റെയിൽഡ് ഇൻകോർപ്പറേഷൻ ആണെങ്കിൽ 6 + E2 എൻട്രി. ഇനി മെമ്മറണ്ട യൂസ് ചെയ്യുന്നെങ്കിൽ പ്രോഫിറ്റ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന 1 എൻട്രി +E2 എൻട്രി. ഇൻകോർപ്പറേറ്റിംഗ് ഡീറ്റെയിൽഡ് ഇൻകോർപ്പറേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണെങ്കിൽ മൊത്തം 8 എൻട്രി പാസ് ചെയ്യാനുണ്ടാവും. ഇനി അബ്രിഡ്ജ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 2 എൻട്രി ഇതിനും 1 എൻട്രി മറ്റതിനും. ക്ലിയർ ആണോ? ഓക്കെ. ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇതിൽ നമ്മളിപ്പം കണക്ക് ചെയ്യുമ്പോൾ, ഇപ്പം ഇതിപ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റ് ഭാഗമാണല്ലോ പറഞ്ഞത്. ഇപ്പോൾ ബാലൻസ് ഷീറ്റിൽ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഉണ്ടാവുക, ക്രെഡിറ്റർ, ലോൺ, സ്റ്റോക്ക്, ബിൽഡിംഗ്, മിഷനറി,
ബാലൻസ് ഷീറ്റാണ്. മെഷീനറി പിന്നെ ആരാ ഓക്കെ. അപ്പോൾ ബ്രാഞ്ചിൻ്റെ അടുത്ത് ഇത്ര സാധനമുണ്ട്, ഇത്രയും. ഇതിൽ ഇവിടെ നമ്മൾ ശരിക്കും ഒരു ക്യാപിറ്റൽ ഉണ്ടാവുമല്ലോ അല്ല ബാലൻസ് ഷീറ്റിൽ. ബട്ട് ഇവിടെ ക്യാപിറ്റൽ എന്നല്ല നമ്മൾ അതിന് പറയാം, ഹെഡ് ഓഫീസ് അക്കൗണ്ട്. ബിക്കോസ് ബ്രാഞ്ചിന് ആരാടോ ഓണർ? ഹെഡ് ഓഫീസ് കൊടുക്കുന്ന പൈസയല്ലേ. സോ ഇവിടെ നമ്മൾ ഹെഡ് ഓഫീസ് അക്കൗണ്ട് എന്ന് കാണും ലയബിലിറ്റി സൈഡിൽ. അപ്പോൾ നമ്മളിത് ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പം ഈ ഒരു പെർട്ടിക്കുലർ നമ്മൾ അസറ്റ് ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോൾ എൻട്രി സ്റ്റോക്ക് അക്കൗണ്ട്, ബിൽഡിംഗ് അക്കൗണ്ട്, മിഷനറി അക്കൗണ്ട് ഇട്ടിട്ട് ബ്രാഞ്ച്. ലയബിലിറ്റി ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോൾ ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ഹെഡ് ഓഫീസ് ടു ക്രെഡിറ്റർ ടു ലോൺ എഴുതാൻ പാടില്ല. ഇവിടെ ആരെടുക്കാൻ പാടില്ല? ഹെഡ് ഓഫീസിന്. ബിക്കോസ് അത് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്, ലയബിലിറ്റി അക്കൗണ്ട് അല്ല. സോ അത് മാത്രം ഓർമ്മിച്ചാൽ മാത്രം മതി. അതല്ല ഇനിയിപ്പോൾ നെക്സ്റ്റ് വരുന്ന കണക്കിൽ അതിനെ പറ്റിയാണ് നമ്മൾ അത് അങ്ങനെയാണ് ചെയ്യാന്നൊക്കെയാണ് നോക്കുക. അപ്പോൾ ഇപ്പം നിങ്ങൾ ഇരുന്ന് പഠിക്കേണ്ടത് 6 എൻട്രി പ്ലസ് 1 എൻട്രി പ്രോഫിറ്റിൻ്റെത്. ഓക്കെ. പിന്നെ ഇതിൻ്റെ 2 എൻട്രി ടു ഇൻകോർപ്പറേറ്റ് ബ്രാഞ്ച് അസറ്റ് അക്കൗണ്ട്. ഓക്കെ. റിവൈസിങ് ദ തിങ്സ്. ഇൻകോർപ്പറേറ്റിംഗ് ബ്രാഞ്ച് ട്രയൽ ബാലൻസ് 2 പാർട്സ്. ബ്രാഞ്ചിൻ്റെ പ്രോഫിറ്റും ഇൻകോർപ്പറേറ്റ് ചെയ്യണം ഹെഡ് ഓഫീസുമായിട്ട്. ബ്രാഞ്ചിൻ്റെ അസറ്റ്സും ലാബിലിറ്റീസും ഇൻകോർപ്പറേറ്റ് ചെയ്യണം. ബ്രാഞ്ചിൻ്റെ പ്രോഫിറ്റ് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ഡീറ്റെയിൽഡ് ഇൻകോർപ്പറേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം ഓർ എബ്രിഡ്ജ്. ഡീറ്റെയിൽഡ് ഇൻകോർപ്പറേഷൻ മെത്തേഡിൽ ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് സൈഡ് ഇൻകോർപ്പറേറ്റ് ചെയ്യണം, ക്രെഡിറ്റ് സൈഡ് ഇൻകോർപ്പറേറ്റ് ചെയ്യണം, ഗ്രോസ് പ്രോഫിറ്റ് ഇൻകോർപ്പറേറ്റ് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ്, നെറ്റ് പ്രോഫിറ്റ് അല്ലെ നെറ്റ് ലോസ്, ഇതിനൊക്കെ എൻട്രി നിങ്ങൾക്ക് അറിയാം. അങ്ങനെ 6 എൻട്രി. എബ്രിഡ്ജിലാണെങ്കിൽ ഈ ലാസ്റ്റത്തെ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസിൻ്റെ മാത്രം എൻട്രി മാത്രമേ വരുള്ളൂ. എൻട്രിയിൽ ചെറിയ വ്യത്യാസമുണ്ട്. ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അസറ്റ് ലാബിലിറ്റിക്ക് അസറ്റ് ആൻഡ് ലാബിലിറ്റീസ് 2 എൻട്രീസ്. സോ ഇത് നിങ്ങൾ പഠിക്കുക. നോട്ട്സ് ഞാൻ തന്നിട്ടുണ്ടാവും, നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ. സി യു അഗെയിൻ. ഓക്കെ.